വിശ്വാസകർമ്മ കാര്യങ്ങളിൽ നിന്ന് ആ പ്രമാണങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഈ സമൂഹത്തെ പിടിച്ചുകെട്ടുവാനാണ് ആ സംഘടന ശ്രമിച്ചു പോകുന്നത്. എന്നാൽ അതിനെതിരെ ശക്തമായ നിലപാട്, നേരത്തെ സ്വീകരിച്ച നിലപാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആ സന്ദേശം, തിരുസുന്നത്തിന്റെ സന്ദേശം ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നിലനിൽക്കും എന്ന പ്രഖ്യാപനവുമായി മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താതെ നിലനിന്നു പോന്നു. പിന്നെയും കാലചക്രം മുന്നോട്ട് നീങ്ങി. നമുക്കറിയാം 1940 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പുതിയ മറ്റൊരു ചിന്താഗതി രൂപപ്പെട്ടു വന്നു. അതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന. അതുവരെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. അതുവരെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടില്ല. 1941 ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകി. 1947 കാലഘട്ടങ്ങളിൽ അതിന്റെ കേരള ഘടകം രൂപപ്പെട്ടു വന്നു. അങ്ങനെ മുസ്ലിം പൊതുധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പുതിയ ഒരു സംഘടന രൂപപ്പെടുകയാണ്. അതാണ് പിന്നീട് നമ്മുടെ നാട്ടിൽ കേരള ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഘടന. അതിന് ആ ഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പഴയ നിലപാടിൽ നിന്ന് മാറാതെ ഈ വ്യതിയാന കക്ഷി അല്ലെങ്കിൽ മുസ്ലിം പൊതുധാരയിൽ നിന്ന് മാറിപ്പോയ പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയ ആ കക്ഷി അവർ ഉയർത്തിക്കൊണ്ടുവന്ന പുതിയ വാദങ്ങൾ, പുതിയ ചിന്താധാരകൾ, അതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം നിലനിന്നു. അതിനുശേഷം നമുക്കറിയാം 1960കളിൽ ബുദ്ധിജീവികളെ സ്വാധീനിച്ചുകൊണ്ട് CN അഹമ്മദ് മൗലവി രംഗത്ത് വന്നു. ഇസ്ലാമിക പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളിൽ ഹദീസിൽ ചില ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബുദ്ധിക്ക് പറ്റാത്ത പലതിനെയും മാറ്റിവെക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഇടക്കാലഘട്ടത്തിൽ കടന്നു വന്ന CN അഹമ്മദ് മൗലവി. അതിനുശേഷം നമുക്കറിയാം 1970 കാലഘട്ടങ്ങളിൽ കടന്നു വന്ന ഖുർആൻ മാത്രം മതി നമുക്ക് പ്രമാണമായി, ഹദീസ് പ്രമാണമല്ല, ഖുർആൻ മാത്രമാണ് പ്രമാണമെന്ന ഓറിയന്റലിസ്റ്റുകളുടെ, ജൂതലോബിയുടെ ചിന്താഗതിയെ കേരളക്കരയിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ചേകനൂർ മൗലവി കടന്നു വരികയാണ്. അഹ്ലെ ഖുർആൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾക്ക് അവർ ഇവിടെ രൂപം നൽകുകയാണ്. അങ്ങനെ ആ പിഴച്ച വാദഗതിയുമായി ചേകനൂർ മൗലവി കടന്നു വന്നപ്പോഴും ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ കേരളത്തിൽ ആദ്യമായി ഉടലെടുത്ത ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം അതിന്റെ നിലപാടുകളിൽ മാറ്റമില്ലാതെ, യാതൊരുവിധ വ്യതിയാനങ്ങളും തൊട്ടുതീണ്ടാതെ ഈ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ വഹയിന്റെ ശബ്ദം ഈ സമൂഹത്തോട് പറയും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിലകൊണ്ടു. അതിനുശേഷം കാലചക്രം മുന്നോട്ട് വീണ്ടും നീങ്ങി. അപ്പോഴാണ് 1990 കാലഘട്ടങ്ങളിൽ മറ്റൊരു പുതിയ ചിന്താധാര കടന്നു വരുന്നത്. അതേ ലോക സലഫി സമൂഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ സലഫി ചിന്താധാരയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നു വന്ന ഇഖ്വാനിയൻ ചിന്താഗതികൾ 1990 കാലഘട്ടങ്ങളിൽ ഈ കേരളക്കരയിൽ കടന്നു വന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെയും മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിഞ്ഞു. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചവർ, ആ സ്വീകരിച്ചവരെ തിരുത്തുവാനുള്ള ശക്തമായ നിലപാടുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയി. പക്ഷേ ആ തിരുത്തലുകൾ അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം മടവൂരിസം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട പുതിയ ഒരു ചിന്താഗതി ഇത് നമുക്കിടയിൽ, നമ്മുടെ സമൂഹത്തിനിടയിൽ രൂപപ്പെട്ടു വന്നു. ഇവിടെയെല്ലാം പരിശോധിച്ചാൽ എവിടെയാണ് അടിസ്ഥാനപരമായി പിഴവ് പറ്റിയത്? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടിനാണോ? മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച നിലപാടിനാണോ? അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വീകരിക്കുക എന്ന് ഈ കേരള സമൂഹത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച് വലത് കൈയിൽ വിശുദ്ധ ഖുർആനും ഇടത് കൈയിൽ പ്രവാചകന്റെ ചര്യയും വെച്ചുകൊടുത്ത് വായിക്കൂ, പഠിക്കൂ, ഖുർആനും ഹദീസും പഠിക്കൂ, ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തെ ക്രമീകരിക്കൂ, ആചാര അനുഷ്ഠാന കർമ്മ മണ്ഡലങ്ങളെ ക്രമീകരിക്കൂ, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കൂ, കച്ചവടം, അതുപോലെ സാമൂഹികമായ ഇടപെടലുകൾ, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതേത് മേഖലകളുമായി അവൻ ബന്ധപ്പെടുന്നുവോ ആ മേഖലകളിൽ മുഴുവൻ ഈ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശം സ്വീകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചതാണോ തെറ്റ്? ഒരിക്കലും അല്ല. ഏറ്റവും കൃത്യമായ ശരിയായ നിലപാട് അതാണ് എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ച, ഇസ്ലാമിക ആദർശം പഠിച്ച, പ്രവാചകന്മാരെ പറ്റി പഠിച്ച, പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തെ സംബന്ധിച്ച് പഠിച്ച ഏതൊരാളും അംഗീകരിക്കുമെങ്കിൽ ഈ നിലപാടിനോട് യോജിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചില്ല.
അതുകൊണ്ടാണ് 1926 മറ്റൊരു സംഘടനയ്ക്ക് അവർ രൂപം നൽകിയത്. മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടിനോട് യോജിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് 1947 കാലഘട്ടങ്ങളിൽ കേരളക്കരയിൽ അവർ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഈ നിലപാടിനോട് യോജിക്കാൻ CN അഹമ്മദ് മൗലവിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മാറി ചിന്തിക്കേണ്ടി വന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. അതുപോലെ ഈ തത്വം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് പ്രമാണബദ്ധമായി തന്നെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന നിലപാട് സ്വീകരിക്കാൻ ചേകന്നൂർ മൗലവിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാറിപ്പോകേണ്ടി വന്നത്. അതുപോലെ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിലെ മടവൂര് സഹോദരങ്ങൾക്കും സാധിച്ചില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷം ഈ വാദഗതികൾ ഉന്നയിച്ചു വന്ന ആളുകൾ അവർ ആക്രമിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തെ ആയിരുന്നില്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്രമിക്കുവാൻ വേണ്ടി അവർ എടുത്തെറിഞ്ഞത് അല്ലെങ്കിൽ അവർ വികൃതമാക്കിയത് ഇസ്ലാമിക പ്രമാണങ്ങളെയായിരുന്നു, ഹദീസുകളെയായിരുന്നു. അതേ ചേകന്നൂർ മൗലവി പുച്ഛിച്ചത് പ്രവാചക വചനങ്ങളെയാണ്. ചേകന്നൂർ മൗലവി നിഷേധിച്ചത് പ്രവാചകന്റെ ഹദീസുകളെയാണ്. CN അഹമ്മദ് മൗലവി പരിഹസിച്ചത് പ്രവാചകന്റെ ഹദീസുകളെയാണ്. സമസ്തക്കാർ പുച്ഛിച്ചത് അള്ളാഹുവിന്റെ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളെ വികൃതമാക്കേണ്ടി വന്നു. മാത്രമല്ല, പുതിയ പുതിയ ചിന്താഗതികൾ ആവിഷ്കരിക്കേണ്ടി വന്നു. ബുദ്ധിയുടെ മാനദണ്ഡത്തിൽ വേണം പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ എന്നുവരെ വാദിച്ചു. എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കെതിരായത് പ്രമാണത്തിലുണ്ട് എന്നല്ല, നേരെ മറിച്ച് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. എനിക്ക് മനസ്സിലാകുന്നത് വേറൊരാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, വേറൊരാൾക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അധ്യാപകന്റെ ബുദ്ധിയല്ല വിദ്യാർത്ഥിക്ക്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ നന്നായി പഠിക്കുന്നവരുണ്ട്, പഠനത്തിൽ മോശമായ പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ബുദ്ധി വ്യത്യസ്തമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. ആ ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങളെ സ്വീകരിക്കാൻ നിന്നാൽ ഒരാൾക്കും ഏകരൂപം ഉണ്ടാക്കുക സാധ്യമല്ല. തികച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കടന്നുവരും. അങ്ങനെ മനുഷ്യബുദ്ധി അപര്യാപ്തമായിടത്താണ് പ്രമാണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നത്. ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്, ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ മാനദണ്ഡത്തിൽ പ്രമാണങ്ങളെ കൊട്ടിമാറ്റാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ അവർ പറഞ്ഞു ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്, ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ടെന്ന് മാത്രമല്ല, ഹദീസുകൾ തന്നെ വിശ്വാസകാര്യത്തിൽ സ്വീകരിക്കുമ്പോൾ മുതവാത്തിറായ ഹദീസേ പറ്റൂ, ആഹാദായ ഹദീസുകൾ പറ്റുകയില്ല. ഇങ്ങനെ വികലമായ ഒരുപാട് അബദ്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം, മുസ്ലിം ലോകം ഐകകണ്ഠേന അംഗീകരിച്ചു വന്ന ഇജ്മാഅായി മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടിട്ടുള്ള പല വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയി എന്ന സംഭവം നമുക്കറിയാം, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അംഗീകരിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയിട്ടുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വന്നത് ഹദീസിൽ ആ വിഷയമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഹദീസിന്റെ കാര്യത്തിൽ പുതിയ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജ് സ്വപ്നമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വന്നു. നബി മിഅ്റാജ് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ സ്വപ്നത്തിൽ മിഅ്റാജ് കണ്ടതാണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ആ നിലപാട് താത്വികമായി സ്വീകരിച്ചാൽ ഇസ്ലാം മുന്നോട്ട് വെച്ച ആദർശം ഏതുപോലെ, ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകന്റെ ശഫാഅത്ത് പോലെ, ഖബറിൽ ചോദ്യോത്തരമുണ്ട് എന്ന ആ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വം, ആ തത്വം പോലെ, അതുപോലെ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന തത്വം പോലെ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കും എന്ന് പഠിപ്പിക്കപ്പെട്ട ആ തത്വം മുതൽ, അതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരു പാലത്തിലൂടെയാണ് പോകുന്നത്, സിറാത്ത് പാലത്തിലൂടെയാണ് അവർ കടക്കുന്നത് എന്ന് തുടങ്ങി ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസപരമായ കാര്യങ്ങളെ പോലും, മുസ്ലിം ലോകമൊന്നടക്കം അംഗീകരിക്കുന്ന വിശ്വാസപരമായ കാര്യത്തെ പോലും ഇത്തരത്തിലുള്ള വ്യതിയാന ചിന്തകൾ ഏറ്റെടുത്തിട്ടുള്ളവർ, ഈ വ്യതിയാന നിലപാടുകൾ സ്വീകരിച്ചവർ അവർക്ക് പേറേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനം, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശം പ്രമാണബദ്ധമായി ചിന്തിക്കുക എന്നതാണ്. നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല.
നമ്മുടെ വഴി അത് തെറ്റിപ്പോകുവാൻ പാടില്ല. സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ നരകത്തിലെത്താൻ പാടില്ല. ആ സ്വർഗത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടതുണ്ട്. ആ സ്വർഗത്തിലെത്താൻ വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന വഴിയല്ലാതെ, സുന്നത്ത് കാണിച്ചു തരുന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന നിലപാടിൽ മുജാഹിദ് പ്രസ്ഥാനം ഉറച്ചു നിൽക്കുകയാണ്. ഒരു മാറ്റവുമില്ലാതെ ഇന്നും എന്നും ഈ ആദർശ പ്രസ്ഥാനം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറ്റേണ്ടി വന്ന നിലപാടും ഇതുതന്നെയാണ്. പ്രമാണങ്ങളെ കോട്ടിമാറ്റേണ്ടി വന്നു എന്നതാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയവർ ആരായിരുന്നാലും അവർക്കുണ്ടാകേണ്ടി വന്നത്, അവരുണ്ടായത് ആ അവസ്ഥയിലാണ് എന്നത് അവരുടെ നിലവിലുള്ള ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ യഥാർത്ഥ ജീവിതമാ നാം നേരിടേണ്ട പരലോകത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ നിന്ന് പിരിഞ്ഞുപോയ വിഘടിതരായ ആളുകൾ പോലും സ്വഹീഹായ ഹദീസുകളെ തന്നെ തള്ളുകയും സംസമിന്റെ പോരിശയെ നിഷേധിച്ച് മാസപ്പിറവിയുടെ കാര്യത്തിൽ അന്യായമായ കുബുദ്ധികളുടെ തർക്കം സ്വീകരിച്ച് അങ്ങനെ തഖ്വയോടുകൂടി ഇസ്ലാമിക മര്യാദകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ബഹുജനങ്ങൾ അകന്നുപോകും എന്ന് മനസ്സിലാക്കി. ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോടോ കക്ഷികളോടോ ഉള്ള അന്ധമായ വിരോധം രേഖപ്പെടുത്തുക എന്നതല്ല മുജാഹിദ് പ്രസ്ഥാനം ലക്ഷ്യമാക്കിയത്. മറിച്ച് മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ ശരിയായ ആദർശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഗുണകാംക്ഷയോടുകൂടിയാണ് ശ്രമിച്ചത്. അതുകൊണ്ടുതന്നെ ഹൃദയത്തിൽ ബോധ്യമാകുന്ന രൂപത്തിൽ പ്രമാണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരെ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വ്യതിയാന ചിന്തകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരിക എന്ന അതേ പ്രവാചക മാർഗം അവലംബിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. മറിച്ച് വ്യക്തിപ്രഭാവമോ പാരമ്പര്യമോ ബുദ്ധിയുടെ കേവലമായ താൽപര്യങ്ങളോ ഭൂരിപക്ഷമോ ഒന്നും പരിഗണിക്കാതെ പ്രമാണനിബദ്ധമായ ആദർശം മുറുകെ പിടിക്കാൻ പൊതുജനങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ആത്മാർത്ഥമായ ഗുണകാംക്ഷയുള്ള പ്രവർത്തനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനം. അതുകൊണ്ടുതന്നെ ഈ വ്യക്തിത്വവും വ്യതിരിക്തതയും ഉൾക്കൊണ്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങളിൽ എപ്പോഴും പ്രവാചകന്മാർ നൽകിയ പരിഗണന, അവർ നൽകിയ മുൻഗണന അത് മുജാഹിദ് പ്രസ്ഥാനവും ശ്രദ്ധിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടുതന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, പ്രാർത്ഥന അവനോട് മാത്രമേ പാടുള്ളൂ, നേർച്ച വഴിപാടുകൾ ഒരു കാരണവശാലും സൃഷ്ടികളിലേക്ക് വഴിമാറിപ്പോകാൻ പാടില്ല, സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരോട് ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്യുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞുപോയ ഏത് തലമുറയുടെയും ഏറ്റവും ആഴമേറിയ വ്യതിയാനമെന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന വിഷയത്തിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യം പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം അത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പോലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരണങ്ങളോട് അന്ധമായി വിരോധം വെച്ച് പുലർത്തുന്ന ചില പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം മുജാഹിദ് പ്രസ്ഥാനം പ്രഥമ പരിഗണനയോടുകൂടി സ്വീകരിക്കുന്നത് എന്ന അന്വേഷണത്തിന് വിശദീകരണം നൽകുന്നത് ബഹുമാനായ ഹനീഫ് കായക്കൊടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച് നിയോഗിക്കുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്തായിരുന്നുവെന്ന് നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ ഉത്തരവാദിത്വത്തെപ്പറ്റി മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ നിന്ന് തന്നെ ദൂതന്മാരെ തെരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൂതന്മാർ അഖിലവും ഈ സമൂഹത്തെ പഠിപ്പിച്ച ആദർശം അവസാന ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന